ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പിസോഡ് 8 ആൻഡ് 9 ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് 8 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ പുതിയ ജഡ്ജസിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീസൺ 5 താരങ്ങളായിരിക്കുന്ന സീസൺ 2 താരങ്ങളായിരിക്കുന്ന രജിത് സാറും വീണയുമാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഒരു വസ്തുവിനും കൊള്ളാത്ത ജഡ്ജസ് എന്ന് പറയേണ്ടി വരും. രജിത് സാറൊന്നും യാതൊരുവിധ ഇമ്പാക്റ്റും പുള്ളിക്ക് ഇവിടെ ജഡ്ജായി വന്നിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പഴം വിഴുങ്ങിയതിന് തുല്യമായിട്ടാണ് രജിത് സാറും വീണയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. യാതൊരുവിധ ഗുണവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം എപ്പിസോഡ് 9 പുതിയ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീസൺ 5 കണ്ടസ്റ്റൻ്റ് ആയിരിക്കുന്ന നാദിറയും സെറീനയുമാണ്. അവരുടെ ജഡ്ജ്മെൻറ്റ്, അവരുടെ പ്രസൻസ്, അവർ കണ്ടസ്റ്റൻസുമായിട്ട് ഇടപെട്ടിരിക്കുന്ന രീതി അതൊക്കെ വളരെ നന്നായിരുന്നു. നല്ല രീതിയിൽ ഒരു മാറ്റം ഷോന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്ന് പറയേണ്ടി തന്നെ വരും. അപ്പോൾ സീസൺ 8 അതായത് കഴിഞ്ഞ എപ്പിസോഡ് 8 നടന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആൾക്കാരെ ഒറ്റ അടിക്ക് അവർ ഔട്ടാക്കി. പ്രത്യേകിച്ച് യാതൊരു പ്രസൻസോ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഒന്നും ഷോയിൽ ഉണ്ടാക്കാൻ പറ്റാത്ത, ഈ അഗ്നിപരീക്ഷയിൽ ഉണ്ടാക്കാൻ പറ്റാത്ത 4 ആൾക്കാരായിരുന്നു അവരെ ഒറ്റ അടിക്ക് തന്നെ ഔട്ടാക്കി. പക്ഷേ ഇന്നൊരു അനീതി നടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അനീതി തന്നെയാണ്. ടോപ്പ് 16 കണ്ടസ്റ്റൻസിൽ നിന്നും 4 പേരെ ഇന്ന് ഔട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 12 കണ്ടസ്റ്റൻസ് ആണ് റിമൈനിങ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വോട്ടിങ്ങിൻ്റെ പേരിൽ മാത്രമേ ആൾക്കാരെ സെലക്ട് ചെയ്യാനും ഔട്ടാക്കാനൊക്കെ പറ്റൂ. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് സേവ് ചെയ്ത ആൾക്കാരിൽ സ്വാഭാവികമായിട്ട് ബിഗ് ബോസിൻ്റെ ഇഷ്ടതാരമായിട്ടുള്ള രാകേഷിനെ അവർ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാരെ ഇവർ ഓൾറെഡി ആദ്യം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. രാകേഷ്, ഷിബിന ഇവരൊക്കെയാണ് ആ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഓൾറെഡി പ്രീ ഡിറ്റർമെൻ്റായി ഇവരെയൊക്കെ സേവ് ചെയ്യണമെന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ ജഡ്ജസിൻ്റെ ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചിലപ്പോൾ ടോപ്പ് ടയറിലുള്ള ആൾക്കാർ ഓൾറെഡി തീരുമാനിച്ചതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഷോവും കണ്ണിൽ പൊടിയിടലും മാത്രമൊക്കെയാണ്. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ള അനീതി ആരുടെ ഔട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത എന്ന് പറയുന്ന വ്യക്തി അവരെ പിടിച്ച് ഔട്ടാക്കിയതിന് ശേഷം മലയാളം മര്യാദയ്ക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് കൺവിൻസ് ആവില്ല എന്ന്. മലയാളം ഒരക്ഷരം പോലും അറിയാത്ത എത്രയോ പേര് ബിഗ് ബോസ് ഹൗസിൽ കയറി വന്നിട്ടുണ്ട്. ജാൻമണി ആയിക്കോട്ടെ, ജിസൈലായിക്കോട്ടെ, ഇൻവേർട്ടഡ് മൾബറി എന്ന് പറയുന്ന ആ ഫോറിനറായി കേരളത്തിൽ ജീവിച്ച് വളർന്ന അവരായിക്കോട്ടെ, അങ്ങനെ എത്രയോ പേര്. ഈ കുട്ടി ഒരു സ്പീച്ച് ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ജഡ്ജസിൻ്റെയും അത് കണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ കണ്ണ് നിറയുന്ന തരത്തിലാണ് ആ വ്യക്തി മലയാളത്തിൽ പൂർണ്ണമായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ചത്. അപ്പോൾ ആ വ്യക്തിയുടെ മലയാളത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല. അവിടെ ഇരിക്കുന്ന എത്രയോ ആ ജഡ്ജസിനെക്കാട്ടും നന്നായിട്ട് മലയാളത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആ വ്യക്തിയെ മലയാളത്തിൻ്റെ പേര് പറഞ്ഞ് ഔട്ടാക്കിയത് വളരെ വലിയൊരു അനീതിയാണ്. അതിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അഖിൽമാരാർ അതിൻ്റെ ഇടയിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 100% അനീതിയായിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു അത്. അത്രയും വലിയ ഊള ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ വെറുപ്പിക്കല്ലേ എന്നേ ഏഷ്യാനെറ്റിൻ്റെ അടുത്തും ജിയോ ഹോട്ട്സ്റ്റാർ ടീമിൻ്റെ അടുത്തും പറയാനുള്ളൂ. ഇങ്ങനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിഗ് ബോസ് ഷോ തന്നെ ആൾക്കാർ കാണാണ്ടാവും. അതുപോലെ അലകനന്ദ എന്ന് പറയുന്ന കുട്ടിയെ ഔട്ടാക്കിയത് വളരെ നന്നായിരുന്നു. ബിഗ് ബോസിന് ഒട്ടും പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല തോന്നിയത്. ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ വെറുതെ അവിടെ പോയിരുന്ന് കരയല്ലാതെ വേറൊരു കുന്തവും ചെയ്യില്ല എന്ന് ഇപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.